ഇത് ഞങ്ങൾക്ക് ഒരു വലിയ സന്തോഷകരമായ ദിവസമാണ്. ഇന്ന് NDAന്റെ ഭാഗമായി 2020 ജോയിൻ ചെയ്യുന്നു. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ 2020 സാബുജിയും ഒഫീഷ്യലായിട്ട് PMന്റെ പ്രസൻസിൽ NDAന്റെ ഭാഗമാവും. ഈ ഇവിടുത്തെ LDFും UDFും മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ കട്ടുമുടിച്ച് ഇവിടെ ഈ നാട് നശിപ്പിക്കുന്ന കണ്ട് മനം മടുത്തിട്ടാണ് ഇതിനൊരു മാറ്റം വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ഞങ്ങളെ ഇല്ലാതെയാക്കണം എന്ന് വിചാരിച്ചവർക്ക് ഞങ്ങള് എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം. അതിന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് NDAയോടൊപ്പം മോഡി സർക്കാരിനോടൊപ്പം അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായത്. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ നിർണായക ചുവടുവയ്പുമായി BJP 2020 NDAയിൽ എത്തിച്ചാണ് നിർണായക നീക്കം നടത്തിയിരിക്കുന്നത്. അമിത്ഷാ കേരളത്തിലെത്തിയപ്പോൾ നടത്തിയ ചർച്ചയും രാജീവ് ചന്ദ്രശേഖറിന്റെ ഓപ്പറേഷനുമാണ് നിർണായക തീരുമാനത്തിലേക്ക് എത്തിച്ചത്. നാളെ പ്രധാനമന്ത്രി എത്തുന്ന തിരുവനന്തപുരത്തെ വേദിയിലാകും ഔദ്യോഗിക പ്രഖ്യാപനം. 2020യുടെ വരവോടെ എറണാകുളത്ത് വലിയ മുന്നേറ്റമാണ് BJP ലക്ഷ്യമിടുന്നത്. വിസ്മയം പ്രഖ്യാപിച്ച UDFന്റെ നീക്കങ്ങളെ മറികടന്നാണ് 2020യെ BJP NDA പാളയത്തിൽ എത്തിച്ചത്. തീർന്നില്ല. നാളെ മോദി എത്തുമ്പോൾ അതിവേഗ റെയിൽപാതയുടെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്തിനായുള്ള വികസന രൂപരേഖയിലും സസ്പെൻസുകൾ പ്രതീക്ഷിക്കുന്നു. കേരളത്തെ വിസ്മയിപ്പിക്കുമോ BJP? ഇതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ KS അരുൺകുമാർ CPM പ്രതിനിധി, ശ്രീ ജിതിൻ ദേവ് BJP പ്രതിനിധി, ശ്രീ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ സേനാപതി വേണു കോൺഗ്രസ് പ്രതിനിധി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ സാബു ജേക്കബ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സാബു ജേക്കബ്, NDAയുടെ ഭാഗമായിരിക്കുകയാണ് താങ്കളും താങ്കളുടെ പാർട്ടിയും. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? നമുക്ക് ഈ കേരളത്തെ രക്ഷിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രതിജ്ഞയാണ് ഞങ്ങൾ ഇതിൽ കൂടി കാണുന്നത്. കാരണം ഓരോ ദിവസവും കേരളം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഇതുപോലെ നശിച്ചു പോകുന്നത് പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർക്കും ഹോം മിനിസ്റ്റർക്കും അവർ വളരെ കൺസേൺ ആണ് ഈ കാര്യത്തിൽ. അപ്പോ ഏത് രീതിയിലും കേരളത്തെ മാറ്റിയെടുക്കണം, രക്ഷിച്ചെടുക്കണം എന്നുള്ള ആ ഒരു യജ്ഞം പൂർത്തിയാക്കുക, വികസനം ഇവിടെ നടപ്പിലാക്കുക, ഒരു വികസിത കേരളം കൊണ്ടുവരിക. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വേദനകളും മാറ്റിയെടുക്കുക. നമ്മുടെ യുവാക്കള് ഒരു കാരണവശാലും നമ്മുടെ കേരളം വിട്ടുപോകുന്ന, രാജ്യം വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. അത് മാത്രമാണ് ഇതിനകത്തുള്ളൊരു ലക്ഷ്യം. തീർച്ചയായും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ബദൽ എന്ന നിലയിൽ ആ ആശയങ്ങളുമായി വന്ന പാർട്ടിയാണല്ലോ താങ്കളുടേത്. ഒടുക്കം ഒരു മുന്നണിയിലെത്തുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണിയിൽ എത്തുന്നു എന്നത് നിലനിൽപ്പിന് വേണ്ടിയാണോ? ഇനി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന സാഹചര്യത്തിലാണോ? ഞങ്ങള് ഈ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഇന്ന് ഇന്ത്യയിലെ, കേരളത്തിലല്ല ഇന്ത്യയിൽ പോലും കാണാത്ത ഒരു ജനകീയ സഖ്യമാണ് LDFും UDFും PDPയും വെൽഫെയർ പാർട്ടിയും SDP എല്ലാം ചേർന്നുണ്ടാക്കിയത്. 25 പാർട്ടികളുടെ ഒരു മുന്നണി. കേരളത്തിലെ ഒരേ വാഹനത്തിൽ തന്നെ ഇവരുടെ എല്ലാവരുടെയും കൊടികൾ വെച്ചിട്ട് പ്രചരണം നടത്തുക, പരസ്യമായിട്ട് ഞങ്ങളെ എതിർത്ത് ഒരേ ചിഹ്നത്തില് ഒരേ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുന്ന അപൂർവ സാഹചര്യം. അങ്ങനെയുള്ള ഒരു കൊടുങ്കാറ്റുണ്ടായിട്ട് പോലും ഞങ്ങളുടെ സീറ്റുകള് കഴിഞ്ഞ തവണത്തേനേക്കാൾ 10% കൂട്ടി. ഇതിനു മുമ്പ് 4 പഞ്ചായത്തുകൾ ഭരിച്ചിരുന്നു, ഇന്ന് 4 പഞ്ചായത്തുകൾ ഭരിക്കുന്നു. 2 പഞ്ചായത്തുകൾ ഞങ്ങൾ പ്രതിപക്ഷമായിട്ട് ഭരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ നില മെച്ചപ്പെടുത്താനല്ലാതെ അങ്ങനെ ഒരു കൊടുങ്കാറ്റിൽ പിടിച്ചു നിന്ന ഒരു പ്രസ്ഥാനമാണത്. അതായത് LDFും UDFും ഇവിടുത്തെ 25 പാർട്ടികൾ ചേർന്നിട്ടും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഭയം കൊണ്ടല്ല ഞങ്ങൾ കൂടിയിരിക്കുന്നത്. ഞങ്ങളുടെ NDAയുടെ ഭാഗമായിരിക്കുന്നത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ ആശയവുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു സഖ്യവുമായിട്ട് ഞങ്ങള് കൂടി എന്നുള്ളതാണ്. ഈ സാധ്യത ന്യൂസ് 18 2 മാസങ്ങൾക്ക് മുൻപ് തന്നെ വാർത്ത നൽകിയിരുന്നതാണ്.
അന്ന് നിങ്ങൾ നിഷേധിച്ചുവെങ്കിലും അന്ന് മുതൽ തന്നെ ഈ ചർച്ചകൾ തുടങ്ങിയിരുന്നോ? ഇതില് ഈ തെരഞ്ഞെടുപ്പ്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപാണ് ന്യൂസ് 18 ഇങ്ങനെ ഒരു ചർച്ച, ഒരു ചോദ്യം എന്നോട് ചോദിച്ചത്. എനിക്ക് രാഷ്ട്രീയക്കാരെ പോലെ ഒരു നുണ പറയേണ്ടതോ രഹസ്യമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യങ്ങളുമില്ല. ഞാൻ നടത്തിയ ചർച്ചകളെല്ലാം പരസ്യമായിട്ട് സുതാര്യമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും എപ്പോ നടത്തിയിട്ടുണ്ടെങ്കിലും അത് പരസ്യമായിട്ട് പറയുന്നതിന് എനിക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യവും എനിക്കില്ല. അന്ന് ന്യൂസ് 18 ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇതുവരെ ആ സമയത്ത് വരെ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ ഒരു BJP നേതാക്കന്മാരെയും ഒരു BJP വക്താക്കളുമായിട്ടോ ഞാൻ ചർച്ച നടത്തിയിട്ടില്ല. അതാണ് അന്ന് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഞാൻ പറയുന്നു. അതിനുശേഷമുണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ് ഇപ്പൊ ഈ നടന്നിരിക്കുന്നത്. ശരി, UDF താങ്കളെ സമീപിച്ചിരുന്നോ? എല്ലാ പാർട്ടിക്കാരും നമ്മളെ സമീപിക്കുന്നുണ്ട്. കാരണം ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഏത് വിധേനയും അധികാരം നേടിയെടുക്കുക എന്നുള്ളതാണത്. അപ്പോ അധികാരം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവര് ഏത് ആളുകളുമായിട്ട് കൂട്ടുകൂടും, ചർച്ച നടത്തും, അത് തീരുമാനിക്കുന്നത് ഞങ്ങൾ ആശയപരമായിട്ട് CPM-ഉം LDF-ഉം സമീപിച്ചിരുന്നു അല്ലേ? CPM-ഉം സമീപിച്ചിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോ ഞങ്ങൾ ഒരു മുന്നണിയുടെ ഭാഗമായി അല്ല UDF സമീപിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും സമീപിച്ചിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഉണ്ടല്ലോ അത് ഇതിനു മുമ്പ് ഇപ്പൊ മുതലല്ല. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വളർന്ന് ഞങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ ഞങ്ങളൊരു ശക്തിയാണ് എന്ന് വന്നു കഴിഞ്ഞ ആ കാലം മുതൽ പല ഘട്ടങ്ങളില് ഈ പാർട്ടികളെല്ലാവരും പല ഘട്ടങ്ങളിലും നമ്മളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഒറ്റക്കെട്ടായി എടുത്തിട്ടുള്ള തീരുമാനമാണോ? ഞങ്ങളുടെ പാർട്ടി ഇപ്പൊ നമുക്കിപ്പോ ഏതൊരു പാർട്ടിയിലും എടുക്കുന്ന തീരുമാനം 100% അംഗങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഒരു തീരുമാനവും സാധ്യമല്ല. കുറച്ച് ആളുകൾക്ക് എതിർപ്പുണ്ട്, വിയോജിപ്പുണ്ട്, ചിലർക്ക് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ 95% ആളുകളും ഈ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിൽ എന്തായിരിക്കും ഇനി നിങ്ങളുടെ തീരുമാനം? LDF-ന് 8 സീറ്റ്, UDF-ന് 7. 2020-യുടെ പിന്തുണയോട് കൂടിയാണ് UDF ഭരിക്കുന്നത്. അവിടെ ഇനി എന്ത് തീരുമാനം ഉണ്ടാകും? പിന്നെ ഞങ്ങളുടെ തീരുമാനത്തിൽ അതൊക്കെ പ്രാദേശികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു നിസ്സാര ചെറിയൊരു കാര്യം മാത്രമാണത്. അവിടെ നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ആ പ്രാദേശിക തലത്തിലാണല്ലോ. അല്ല, 20 വർഷക്കാലമായിട്ട് അവിടെ LDF ഭരിച്ച് ആ നാടിനെ കുട്ടിച്ചോറാക്കി കളഞ്ഞൊരു സ്ഥലമാണത്. അവിടെ ആളുകൾ ശ്വസിക്കുന്ന വിഷവായുവും വിഷവെള്ളവുമാണ് അവര് കുടിക്കുന്നത്. അത്രമാത്രം ദുരിതം അനുഭവിക്കുന്ന ഒരു നാട്, അടുത്തൊരു എൻഡോസൾഫാനായിട്ട് മാറുന്ന ഒരു പഞ്ചായത്താണത്. അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞ ഒരു സാഹചര്യത്തില് വീണ്ടും LDF 5 വർഷവും കൂടി അവിടെ ഭരിച്ചു കഴിഞ്ഞാൽ പലരും അവിടെ അനുഭവിക്കുന്ന ദുരിതമോർത്താണ് ഞങ്ങള് ഈ പറയുന്ന UDF-ന് അവിടെ വോട്ട് ചെയ്തത്. അതിന്റെ അർത്ഥം ഞങ്ങള് അവിടെ ഒരു കണ്ടീഷനും ഉണ്ടാക്കിയിട്ടില്ല, ഒരു സ്ഥാനം. ഞങ്ങള് പിന്തുണ കൊടുത്തത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. അൺകണ്ടീഷണൽ ആയിട്ട് 5 വർഷത്തേക്ക് ആ സാഹചര്യത്തിൽ മാറ്റം വന്നിരിക്കുന്നു. NDA-ക്കൊപ്പം നിന്നിട്ട് UDF-നെ പിന്തുണയ്ക്കുക സാധ്യമാകുമോ? എന്താണ് പ്രശ്നം? ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള തീരുമാനമെടുത്തതാണത്. അവിടെ LDF ഭരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും മെച്ചം UDF ഭരിക്കുന്നതാണ്. അല്ലെങ്കിൽ ജനങ്ങൾ വീണ്ടും കൂടുതൽ ദുരിതത്തിലേക്ക് പോകും എന്ന സാഹചര്യത്തിൽ ഞങ്ങൾ കൊടുത്തു. ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ ക്ഷേമമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ അവിടെ ഒരു മാറ്റം ഉണ്ടാകില്ല എന്നതാണ്. ഒന്നും ഉണ്ടാവില്ല. അവർക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, അത്രയേ ഉള്ളൂ. ശരി, അവസാനമായ ഒറ്റ കാര്യം കൂടി. താങ്കൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? അതൊന്നും ഇപ്പൊ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല. ഞാനിപ്പോ നിഷേധിക്കുന്നില്ല. അതിനുള്ള സാഹചര്യം ഉണ്ടാകുമെങ്കിൽ മത്സരിക്കും. ഇന്നലെ വരെ ഞാന് സ്വതന്ത്രമായ ഒരു പാർട്ടിയായിരുന്നു. ഇന്ന് ഒരു മുന്നണിയുടെ ഭാഗമായി വരികയാണ്. ഏത് കാര്യങ്ങളും സ്വന്തമായിട്ടുള്ള തീരുമാനം എനിക്ക് പറയാൻ സാധിക്കില്ല. അത് മുന്നണിയില് ചർച്ച ചെയ്ത് എല്ലാവരും കൂടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ആരും മത്സരിക്കണം, ആരും മത്സരിക്കേണ്ടി വന്നാൽ മത്സരിക്കും. അങ്ങനെയൊന്നുമില്ല. അതിനൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മത്സരിക്കാനോ അധികാരത്തിന് വേണ്ടിയിട്ടല്ല രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ഈ നാടിനെ രക്ഷിച്ചെടുക്കുക, ഇവിടുത്തെ ജനങ്ങളുടെ കഷ്ടപ്പാട് പരിഹരിക്കുക, ആ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ MLA ആവണം, മന്ത്രിയാവണം, അല്ലെങ്കിൽ അധികാരമുണ്ടാവണം, അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട്
അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല. ശരി, വളരെ നന്ദി ശ്രീ സാബു ജേക്കബ് ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ശ്രീ ജിതിൻ ദേവ്, 2016 മുതൽ സംസ്ഥാനത്ത് ചില വിസ്മയങ്ങൾ കാണിച്ച കൂട്ടായ്മയാണ്. അവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബദലായി വന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊപ്പം വരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിങ്ങൾ ഇതിലൂടെ, ഈ കൂട്ടുകെട്ടിലൂടെ പ്രതീക്ഷിക്കുന്നത്? രേണുക, 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടായതിന്റെ സാഹചര്യം അതിന്റെ ചെയർമാൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ വികസനം ആഗ്രഹിക്കുന്നവർക്കെല്ലാം BJP മുന്നോട്ട് വെക്കുന്ന വികസിത രാഷ്ട്രീയത്തിനൊപ്പം ചേർന്ന് നിന്നേ അത് സാധ്യമാക്കിയെടുക്കുവാൻ സാധിക്കൂ എന്നുള്ള സാഹചര്യമാണ് നിലവിൽ രാജ്യത്ത് ഉള്ളത് എന്ന് തിരിച്ചറിവുകൾ തുടർന്നാണ് ഇത്തരത്തിൽ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും വികസനം ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാവരും BJPക്കൊപ്പം സഹകരിക്കാൻ തയ്യാറാകുന്നത് NDAയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും 2020 പോലെ എറണാകുളം മേഖലയിൽ, കേരളത്തിന്റെ മധ്യമേഖലയിൽ വലിയ സ്വാധീനമുള്ള, കഴിഞ്ഞ തവണ 8ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തി തെളിയിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾക്കൊപ്പം ചേരുന്ന സമയത്ത് BJPയുടെ വോട്ട് ഷെയറും ഞങ്ങളുടെ NDAയുടെ വോട്ട് ഷെയറും അതിനൊപ്പം 2020യുടെ വോട്ട് ഷെയറും കൂടി ചേരുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ മികച്ച മുന്നേറ്റം നടത്താൻ സാധിക്കും, വലിയ തരത്തിൽ സീറ്റുകൾ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വിജയത്തിനപ്പുറത്ത് കേരളത്തിന്റെ വികസനം ആഗ്രഹിക്കുന്നവരെല്ലാവരും BJPയുമായി സഹകരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് 2020യുടെ വരവോടുകൂടി കേരള സമൂഹത്തിന് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും നൽകുന്നത്. കാരണം വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഏക രാഷ്ട്രീയ പാർട്ടി BJPയാണ്. മറ്റുള്ളവരെല്ലാം വിവാദ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോഴും വർഗീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോഴും വികസിത കേരളം എന്നുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രാഷ്ട്രീയ പാർട്ടി BJPയാണ്, മുന്നണി NDAയാണ്. അതുതന്നെയാണ് ഞങ്ങളുടെ ശക്തി, അതുതന്നെയാണ് ഞങ്ങൾ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 2016 2020, 2020 അവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം. പക്ഷേ ഏറ്റവും ഒടുവിൽ അവർക്ക് കുന്നത്തുനാടിലും മഴുവന്നൂരിലും ഭരണം നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അവർ അവരുടെ ബെറ്റർ പെർഫോമൻസിൽ നിന്ന് പിന്നോട്ട് പോയി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങളുമായി യോജിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത് ഇപ്പോൾ. രേണുക, അത് ശരിയല്ല. നിങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 2020യുടെ വോട്ടിംഗ് ഷെയർ പരിശോധിക്കാൻ തയ്യാറാണ്. ഒരു നോഹയുടെ പേടകം പോലെ ഒരു അവിയല് മുന്നണി ഉണ്ടാക്കിയിട്ടാണ് ഇത്തവണ 2020യെ നേരിടാൻ CPMഉം കോൺഗ്രസും തയ്യാറായത്. സ്വന്തം ചിഹ്നം ഉപേക്ഷിച്ചാണ് അവിടെ മത്സരിക്കാൻ പല സ്ഥലത്തും അവർ തയ്യാറായത്. SDPI, ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, PDP തുടങ്ങിയിട്ടുള്ള ഈ രാജ്യത്ത് കിട്ടാവുന്ന മുഴുവൻ വർഗീയ ഇടുക്കാച്ചരക്കുകളെ കൂടെ കൂട്ടി ഒരു വാഹനത്തിൽ തന്നെ രണ്ടു പാർട്ടിയുടെ, നമ്മൾ ത്രിപുരയിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ കണ്ടതുപോലെ ഒരു വാഹനത്തിൽ തന്നെ ഈ പാർട്ടി, ഈ രണ്ട് മുന്നണികളിലെ പ്രധാനപ്പെട്ട പ്രബല കക്ഷികളുടെ കൊടികൾ ഒരുമിച്ച് കൂട്ടിക്കെട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയതാണ്. അപ്പോൾ ഒരു നോഹയുടെ പേടകവും 2020 തമ്മിലുള്ള മത്സരമാണ് അവിടെ നടന്നത്. ആ മത്സരത്തിൽ 2020 ചില പഞ്ചായത്തുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അവർ ചില പഞ്ചായത്തുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അവർക്ക് 70ഓളം ഗ്രാമപഞ്ചായത്ത് സീറ്റുകളുണ്ട്, 7ഓളം ബ്ലോക്ക് ഡിവിഷനിൽ അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്, മുനിസിപ്പൽ സീറ്റിൽ അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 2020 വീഴ്ച സംഭവിച്ചപ്പോൾ, ക്ഷീണം സംഭവിച്ചപ്പോൾ NDAക്ക് ചെപ്പം ചേരാൻ തയ്യാറായി എന്നുള്ള നറേറ്റീവ് തെറ്റാണ്. അങ്ങേക്ക് 2020യുടെ വോട്ടിംഗ് പെർസെന്റേജ്, വോട്ടിംഗ് ഷെയറും ഇപ്പോൾ അങ്ങേക്ക് പരിശോധിക്കാൻ സാധിക്കും. ആ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ CPMഉം കോൺഗ്രസും പറയുന്ന നറേറ്റീവ്. ഒരൊറ്റ കാര്യം കൂടി ശ്രീ ജിതിൻ, നോക്കൂ, ഇവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബദൽ എന്ന രീതിയിൽ രൂപപ്പെട്ട ഒരു സംഘടനയാണ്. അത് നിങ്ങളെപ്പോലെ വലിയ പ്രത്യയശാസ്ത്ര അടിത്തറയുള്ള ഒരു പാർട്ടിയിൽ വന്നു ചേർന്നാൽ അത് ഏത് തരത്തിലുള്ളൊരു യോജിപ്പാണ് എന്ന സംശയം പൊതുവെ കണ്ടു നിൽക്കുന്നവർക്ക് തോന്നുമല്ലോ. അത് പ്രത്യയശാസ്ത്രപരമാണോ? ഇപ്പോൾ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചു ആമാശയ പരമാണ് എന്ന തരത്തിലുള്ള വിമർശനം അവരുടെ ഭാഗത്തു നിന്നും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു യോജിപ്പിന്റെ പാതയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്? രേണുക, ഇവിടെ സംസാരിച്ച 2020യുടെ മുതിർന്ന ചെയർമാൻ അദ്ദേഹം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവരുമായി ധാരാളം ചർച്ചകൾ കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ എറണാകുളത്തെ പരിപാടിക്ക് മുമ്പായിട്ട് 2020യെ കൊണ്ടുവരാനായിട്ടുള്ള വലിയ പരിശ്രമം കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ ധാരാളം സമയം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊപ്പം കിട്ടാത്തതുകൊണ്ട് ആമാശയൊന്നും ദഹനക്കേടെന്നൊക്കെ പറയുന്നത് മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള യോജിപ്പാണെന്നുണ്ടെങ്കിൽ 2020ക്ക് BJP ലയിച്ചാൽ പോരെ. ഞങ്ങൾക്കൊപ്പമുള്ള ചെറുതും വലുതുമായിട്ടുള്ള മറ്റു കക്ഷികളെല്ലാം BJP ലയിച്ചിട്ട് താമരച്ചിട്ട് മത്സരിച്ചാൽ പോരെ. ആശയപരമായിട്ടുള്ള വിയോജിപ്പുകൾ കലർത്തുന്നതുകൊണ്ട് യോജിക്കുമ്പോഴാണ് ഒരു മുന്നണി സംവിധാനം ഉണ്ടാകുന്നത്. ഇപ്പൊ CPM ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും CPI അംഗീകരിക്കും. CPM PM ശ്രീയിൽ ഒപ്പിട്ട ആ നിലപാടിനെ CPI അംഗീകരിച്ചിട്ടുണ്ടോ?
കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന നിലപാടുകളെ എല്ലാം മുസ്ലിം ലീഗ് അംഗീകരിക്കണമെന്നുണ്ടോ? അപ്പൊ അതൊരു മുന്നണി സംവിധാനമാണ്. നോക്കൂ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ഇതുവരെ 2 മുന്നണികൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് വേദികളിൽ ചർച്ചയായപ്പെട്ടെങ്കിൽ അതിന് ബദലായി വികസനം പറയുന്ന, വികസനം ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു 3ാം മുന്നണി, ബലത്ത ഒരു NDA എന്ന് പറയുന്ന ഒരു 3ാം മുന്നണിക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾക്കുള്ള അവസരമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോവുകയാണ്. അപ്പൊ വികസനം ചർച്ച ചെയ്യുന്നവരാണ് NDA മുന്നണിയിൽ വന്നിരുന്നത്. ശരി, എന്തായാലും പ്രാഥമികമായി താങ്കൾ ആ കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മുന്നണി വിപുലീകരണം, അതിലേക്ക് മറ്റ് 2 മുന്നണികൾ ലക്ഷ്യമിട്ടിരുന്ന ഒരു വിഭാഗത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് നിങ്ങളെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്നതാണ്. ആ ആത്മവിശ്വാസത്തിന് ഞാൻ മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീ അരുൺകുമാർ, നോക്കൂ, താങ്കളുടെ പഞ്ചായത്തിൽ ഉൾപ്പെടെ ഒരു നിർണായക ശക്തിയായിട്ടുള്ള 2020 ആണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തേക്ക് പോകുന്നത്. സാബു ജേക്കബ് നമ്മളോട് സംസാരിക്കുമ്പോൾ UDF സമീപിച്ചിരുന്നു എന്ന ചോദ്യത്തിന് എല്ലാവരും സമീപിച്ചിരുന്നു എന്ന് ഉത്തരം പറഞ്ഞതാണ്. അപ്പോൾ ഒപ്പം കിട്ടിയാൽ കൊള്ളാമെന്ന് നിങ്ങൾ കൂടി കരുതിയവരാണ് BJP പക്ഷത്തേക്ക് പോയിരിക്കുന്നത്. സാബു ജേക്കബിന് അതും പറയാം, അതിൻ്റെ അപ്പുറത്തും പറയാം. ജീവിതത്തിൽ പറഞ്ഞ വാക്ക് ഒരിക്കൽ പോലും പാലിക്കാത്ത ഒരാളാണ് അദ്ദേഹം. എന്താ പറഞ്ഞേ? ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറില്ല, ഒരു സന്നദ്ധ സേവന സംഘടനയായിട്ട് സേവനം ചെയ്യാൻ ഞങ്ങളങ്ങനെ വെമ്പൽ കൊട്ടി ഇരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടപെട്ടത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. 2013 ഇന്ത്യയുടെ പാർലമെൻറ്റിൽ CSR ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക നിയമം പാസ്സാക്കിയപ്പോൾ തങ്ങളുടെ കമ്പനികളുടെ ലാഭവിഹിതം ആ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി എന്ന ഒരു രൂപത്തിൽ ഇടപെടുകയും 75% തങ്ങളിലേക്ക് തിരിച്ചു വരാൻ പാകത്തിന് ഒരു തട്ടിക്കൂട്ട് സംവിധാനം ഉണ്ടാക്കി. അതിൻ്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിച്ചു, മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഒരിക്കലും ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറില്ല, രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിശകാണ്, രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞ് കുറച്ച് ജനങ്ങളെ തട്ടിക്കൂട്ടിയെടുത്തു. അതിനുശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മത്സരിച്ചു. അപ്പോൾ ചോദിച്ചു എന്താണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്? അപ്പോൾ പറഞ്ഞു പ്രാദേശികമായിട്ടുള്ളൊരു സംവിധാനമാണ്, ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായി, നിയമസഭാ തെരഞ്ഞെടുപ്പായി, ലോക്സഭാ തെരഞ്ഞെടുപ്പായി വിവിധ പഞ്ചായത്തിൽ മത്സരിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. ഇദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത ഏതെങ്കിലും ഒരു വാക്ക് പാലിക്കുന്ന സാഹചര്യം ഉണ്ടായോ? ഇപ്പം ഗോഡ്സ് വില്ല എന്ന് പറഞ്ഞ് നിരവധി ആളുകൾക്ക് ഞങ്ങൾ വീട് പണിത് കൊടുത്തു എന്ന് പറഞ്ഞ് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും ചില ചാനലുകളെയും എല്ലാം വിലക്കെടുത്ത് വലിയ പ്രചരണം നടത്തി. അവസാനം പത്രസമ്മേളനത്തിൽ തന്നെ മാധ്യമങ്ങൾ ചോദിച്ചു, അപ്പം ലൈഫ് പദ്ധതിയിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ അനുവദിച്ച വീട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച അതേ വീടുകൾ തന്നെയാണ് ഗോഡ്സ് വില്ല, പേര് മാറ്റി. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകൾ ഹൈടെക് ആക്കി മാറ്റി. കിഴക്കമ്പലം പഞ്ചായത്തിൽ ആ സ്കൂളുകൾ അറിയപ്പെടുന്നത് 2020 മുതലാളിയുടെ സ്കൂൾ എന്നതാണ്. ആർദ്രം പദ്ധതിയുടെ ഭാഗമായി നിരവധി ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഹൈടെക് ആയി മാറ്റി, വിവിധ ആധുനിക സൗകര്യങ്ങൾ ഉറപ്പുവരുത്തി. അവിടെ അറിയപ്പെടുന്നത് ഫണ്ട് ആർദ്രം പദ്ധതിയാണെങ്കിലും മുതലാളിയുടെ സ്വന്തം ആശുപത്രി എന്നതാണ് അറിയപ്പെടുന്നത്. PWD റോഡ് എല്ലാം അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം 2020യുടെ റോഡ് എന്ന് പേരെഴുതി ബോർഡ് വെച്ചു. ഇതൊക്കെ പോട്ടെ, അദ്ദേഹം എന്താ പറഞ്ഞേ? കേരളം വികസനം ഇല്ല, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്താണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങ് തെലങ്കാനയിലേക്ക് പോകാൻ പത്രസമ്മേളനമൊക്കെ നടത്തി. കോട്ടും സൂട്ടും ഇട്ടവരെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിർത്തി വലിയ ഫോട്ടോഷൂട്ട് നടത്തി. അങ്ങ് തെലങ്കാനയിൽ പോയി ചെന്ന് ഇറങ്ങിയത് നമ്മൾ കണ്ടു. പിന്നെ എന്താ സ്ഥിതി? ഏതെങ്കിലും വ്യവസായം അദ്ദേഹം ഇവിടുന്ന് കൊണ്ടുപോയോ? അദ്ദേഹത്തിന്റെ വ്യവസായത്തിന് വളരാനും അതുപോലെ വളർന്ന് പന്തലിക്കാനും എല്ലാമുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യം ഒരുക്കിയത് ഈ കേരളമാണ്. കേരളം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 15ാം സ്ഥാനത്തായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ, കഴിഞ്ഞ വർഷം 1ാം സ്ഥാനത്തായി. ഈ തവണ 100ൽ 99.37% കൃത്യം മാർക്കോട് കൂടി മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി വ്യവസായ രംഗത്ത്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രംഗത്ത് നമ്മൾ കുതിച്ച് മുന്നേറുകയാണ്. എന്തൊക്കെയാണോ 2020 മുതലാളി പറഞ്ഞത്, സാബു ജേക്കബ് പറഞ്ഞത്, അതിന് ഘടകവിരുദ്ധമായി ഈ കേരളത്തിൽ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുന്നത് നമ്മൾ കാണുകയാണ്. ഇപ്പൊ അമേരിക്കയിലേക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കയറ്റുമതി, അവിടെ പ്രതികാര ചുങ്കത്തിന്റെ ഭാഗമായി കടുത്ത പ്രതിസന്ധി നേരിടുന്നു. അപ്പോൾ ആ പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടി അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ വേണം. ആ പിന്തുണയ്ക്ക് വേണ്ടി അദ്ദേഹം നേരെ ഒരു കോർപ്പറേറ്റ് മറ്റു കോർപ്പറേറ്റുകളുമായിട്ട് കൂടിച്ചേരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇത് ശരിക്കും ഒരു ബിസിനസ് മെർജറാണ്. കോർപ്പറേറ്റ് പവറും കേന്ദ്ര സ്വാധീനവുമുള്ള NDA, മറുഭാഗത്ത് കിറ്റും പച്ചക്കറിയും കൊടുത്ത് ജനങ്ങളെ പാട്ടിലാക്കി വെച്ചിരിക്കുന്ന 2020. ഇവർ രണ്ടുപേരും കേരളത്തിന്റെ അങ്ങ് വലിയ തരത്തിൽ വില പറയാൻ പാകത്തിന് ഒത്തുചേരുന്ന കാഴ്ച നാം കാണുകയാണ്. ഇതൊക്കെ അദ്ദേഹം കുറെ ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു, ബ്ലോക്ക് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു, ജില്ലാ പഞ്ചായത്തിലെ എല്ലാവരും തോറ്റു, ബ്ലോക്ക് പഞ്ചായത്ത് കയ്യിൽ നിന്ന് പോയി,
തൻ്റെ കയ്യിലിരുന്ന വലിയ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്ത മഴുവന്നൂർ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു, അതുപോലെ കുന്നത്തുനാട് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു, കിഴക്കമ്പലത്ത് തന്നെ 7 സീറ്റുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ NDA എങ്കിൽ NDA. അതുകൊണ്ട് സംഭവിച്ചതെന്ന് നിങ്ങൾ ഈ പ്രബല മുന്നണികൾ പോലും ഒരുമിച്ച് നിന്ന് ചിഹ്നം പോലും ഉപയോഗിക്കാതെ മത്സരിച്ച് നഷ്ടപ്പെട്ടതാണ്. അവിടെ പിടിച്ചു നിൽപ്പ് സാധ്യമായി എന്നതാണ് അവരുടെ വാദം. അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നതാണ് അവരുടെ ശക്തി എന്ന് അവർ പറയുന്നു. അല്ല, ഒരു പിടിച്ചു നിൽക്കാനും കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ പാവപ്പെട്ട ജനങ്ങൾക്ക് കുറച്ച് കിറ്റും പച്ചക്കറിയും കൊണ്ടുവന്ന് അങ്ങ് കൊടുത്തിട്ട് അവരെ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കാൻ ഏത് കോർപ്പറേറ്റിനും കഴിയും. ഇത് ഇദ്ദേഹം ചെയ്യുന്ന പോലെ അംബാനിയും ടാറ്റയും ബിർളയും ഒക്കെ തീരുമാനിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? എവിടെ പോയി ഇദ്ദേഹത്തിന്റെ ഭക്ഷ്യ കിറ്റ്? എവിടെ പോയി ഇദ്ദേഹത്തിന്റെ സാമൂഹ്യ സുരക്ഷ? ഒരാൾക്ക് ഇപ്പോൾ കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം തിരിച്ചു പിടിക്കുമ്പോൾ ഇവർ പറഞ്ഞത് ഇൻഫോ പാർക്കിന് സമാനമായ ഒരു പാർക്ക്, ഇൻഫോ പാർക്കിന് സമാനമായിട്ടുള്ള സംവിധാനം ഇതാ കുന്നത്തുനാട്ടിൽ വരാൻ പോകുന്നു. ഇനി ഒരാളും ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകേണ്ടതില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് ജോലി കൊടുക്കാൻ ഈ 2020 കഴിഞ്ഞിട്ടുണ്ടോ? ഈ 4 പഞ്ചായത്തുകൾ അവർ ഭരിച്ചു. ഞങ്ങൾ കൊണ്ടുവന്ന വ്യവസായ സ്ഥാപനം, സംരംഭം എന്നു പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും ഒരു സംരംഭം അവർക്ക് കാണിക്കാൻ കഴിയുമോ? ഞങ്ങൾ കൊണ്ടുവന്ന ഒരു പുതിയ പദ്ധതി എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് കഴിയുമോ? ഇല്ല. അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കേന്ദ്രമായി പഞ്ചായത്തുകൾ മാറി. അദ്ദേഹം എന്റെ നാട്ടിൽ വന്ന് പ്രസംഗിച്ചു, ഈ മഴുവന്നൂർ പഞ്ചായത്തിന്റെ ഭരണത്തിൽ 50% ശേഷം വീണ്ടും അത് തെളിയിക്കുക എങ്ങനെ സാധ്യമായി എന്നൊരു ചോദ്യമുണ്ടല്ലോ. LDFനും UDFനും എന്തുകൊണ്ട് അവരെ ഒരുമിച്ച് ആക്രമിക്കേണ്ടി വന്നു? അവിടെയും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമായത് എങ്ങനെ? ജനങ്ങൾ പൂർണ്ണമായും കൈവിട്ടുവെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ലല്ലോ. ഇവിടെ നമ്മൾക്ക് വേറെ ഏതെങ്കിലും ഒരു മണ്ഡലം എടുത്താൽ LDF UDF ഒപ്പം നിൽക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ച് സഹകരിക്കാനോ ശ്രമിച്ചാൽ അവിടുത്തെ സാഹചര്യം എന്താണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അവരെ തീരെ ശക്തി കുറച്ച് കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സേനാപതി വേണു, നോക്കൂ, വിസ്മയം ഉണ്ടാകുമെന്ന് പറഞ്ഞത് നിങ്ങളാണ്. പക്ഷേ വിസ്മയം ഇപ്പോൾ NDAയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ, മൊത്തം പണിയും പാളിയതാണോ? അല്ല, ഇവിടെ ഇപ്പോ സാബു ജേക്കബിനും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സംഘടനയ്ക്കും അവർക്ക് ഏത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ആ തീരുമാനം എടുക്കുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. പക്ഷേ സാബു ജേക്കബ് പോയി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യം, കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവരുടെ പ്രചരണം ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരെ, അതായത് ഒരു അരാഷ്ട്രീയവാദം. ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 30 ദിവസമാണ് കഴിഞ്ഞിട്ടുള്ളത്, അല്ലെ 35 ദിവസം. ഈ 35 ദിവസം കൊണ്ട് BJPയിൽ അല്ലെങ്കിൽ NDA പ്രതിദാനം ചെയ്യുന്ന അവരുടെ നയത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്? സാബു ജേക്കബിന്റെ മുൻകാല നയങ്ങളിൽ നിന്ന് എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്? അതാണ് നാട്ടിലെ ജനങ്ങളോട്. സേനാപതി വേണു, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നതെന്ന് അദ്ദേഹം പറയുന്നു. ആ ചർച്ചകളിൽ UDF അദ്ദേഹത്തെ സമീപിച്ചിരുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എല്ലാവരും സമീപിച്ചിരുന്നു എന്ന്, UDF പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞുവല്ലോ. എന്റെ ചോദ്യവും അതായിരുന്നല്ലോ. നോക്കൂ, അപ്പോൾ നിങ്ങൾക്കിതൊന്നും ബാധകമായിരുന്നില്ലേ? ഇവിടെ ഇപ്പോൾ അരുൺകുമാർ അത് അദ്ദേഹത്തിന് എന്തും പറയാമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? കാരണം നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് പല വിസ്മയങ്ങളും കാണാമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം വിസ്മയങ്ങൾ കാണിക്കുമെന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെട്ടിരുന്നതാണ്. അപ്പോൾ സാബു ജേക്കബിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഞങ്ങള് സാബു ജേക്കബ് ഞങ്ങളുടെ കൂടെ വന്ന് വിസ്മയം കാണിക്കുമെന്ന് ഒരിടത്തും പ്രതിപക്ഷ നേതാവ്. ജോസ് കെ മാണിയാണോന്ന് ചോദിക്കുമ്പോൾ അവരുടെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. സാബു ജേക്കബ് ആണോന്ന് ചോദിക്കുമ്പോൾ പറയും അവരുടെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. കേരളത്തിന് ഉള്ളിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടുവരാൻ തന്നെയല്ലേ നിങ്ങൾ വിസ്മയം എന്ന വാക്ക് ഉപയോഗിച്ചത്? അല്ല, ഈ കേരളത്തിനുള്ളിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയമില്ലാത്ത 2020യും അല്ലാതെ CPI ആണോ ഉദ്ദേശിച്ചത്? ഇനിയും വേറെ സംഘടനകളും വ്യക്തികളും ഒക്കെ ഉണ്ടല്ലോ. അതിന് ഇനി സമയമായിട്ടില്ലല്ലോ. അല്ല, എന്തായാലും കേരളത്തിനുള്ളിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ നിൽക്കുന്നവരെയല്ലേ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അല്ലാണ്ട് അത്തപാല ചോദിച്ച പോലെ CPM വരുന്നു എന്ന് ചോദിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് സാബു ജേക്കബ് ഞങ്ങളുടെ കൂടെ വന്ന് ഒരു വിസ്മയവും സൃഷ്ടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നോ ആരും പറഞ്ഞിട്ടില്ല. സാബു ജേക്കബിന്റെ സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. ഞങ്ങൾ സാബു ജേക്കബ് ഇല്ലാതെയും എറണാകുളം ജില്ലയിൽ ഞങ്ങൾ വലിയ മുന്നേറ്റം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ളതല്ലേ. ആ മുന്നേറ്റങ്ങളും സാബു ജേക്കബ് പറഞ്ഞപ്പോൾ താങ്കൾ പ്രതികരിച്ചില്ല. ഇപ്പോഴും താങ്കൾ അവരെ ഒപ്പം നിർത്താൻ ക്ഷണിച്ചോ, അതിനുള്ള ശ്രമം നടന്നോ ഇല്ലയോ എന്നുള്ളത് താങ്കൾ നിഷേധിക്കുന്നില്ലല്ലോ.
അല്ല, ഞാൻ സാബു ജേക്കബ് ചർച്ചയിലുണ്ടെങ്കിൽ സാബു ജേക്കബിനോട് നേരിട്ട് ചോദിക്കാനായിട്ടിരുന്നതാണ്. സാബു ജേക്കബ് എന്നാണ് പ്രതിപക്ഷ നേതാവ് താങ്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ താങ്കൾ പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെ ഓഫീസിലോ വന്ന് പ്രതിപക്ഷ നേതാവ് നേരിട്ട് ഫോണിലോ എന്നാണ് ചെല്ലണമെന്നില്ലല്ലോ. നിങ്ങളുമായിട്ട് ചർച്ച നടത്തിയത്? അല്ല, അത് അദ്ദേഹം പറയണമല്ലോ. അദ്ദേഹമല്ലേ പറയേണ്ടത്? ഞങ്ങളോട് പ്രതിപക്ഷ നേതാവ് ഇന്ന ദിവസം ഇന്നടത്ത് വെച്ച് ചർച്ചയ്ക്ക് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ സ്വീകാര്യമല്ല എന്ന് പ്രതിപക്ഷ പറഞ്ഞു. നേതാവ് നേരിട്ടായിരിക്കുമോ ചർച്ചകൾ നടത്തുക ശ്രീ സേനാപതി വേണു? എങ്ങനെ? പ്രതിപക്ഷ നേതാവ് നേരിട്ട് തന്നെ ചർച്ചകൾ നടത്തണമെന്നില്ലല്ലോ. അല്ല, ഞാൻ അത് തന്നെയല്ലേ ചോദിച്ച. സാബു ജേക്കബ് ഇവിടെ വന്ന് അന്തരീക്ഷത്തിലേക്ക് ഒരു വെടി പൊട്ടിച്ചിട്ട് പോയി. അപ്പൊ അങ്ങൊരു ചോദ്യം ചോദിച്ചു, കോൺഗ്രസ് ബന്ധപ്പെട്ടിരുന്നോ? അപ്പോ അദ്ദേഹം എന്താ പറഞ്ഞ, മൊത്തത്തിലായിട്ട് പല സംഘടനകളും ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയട്ടെ, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് കോൺഗ്രസിന്റെ പ്രതിനിധി അല്ലെങ്കിൽ UDFന്റെ പ്രതിനിധിയായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു, ഞങ്ങൾ ആ കാര്യം നിഷേധിച്ചിരുന്നു എന്നുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സാബു ജേക്കബിന് ഇപ്പം NDAയിലോ ഏത് മുന്നണിയിൽ വേണമെങ്കിലും ചേരാം. ഇപ്പൊ NDA ഇവിടെ ജിതിൻ ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമായി കേരളത്തിൽ മാറി എന്നുള്ളതാണ്. ജിതിനെ കേരളത്തിലെ 958 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 26 ഇല്ല. നിങ്ങൾക്ക് പെർസെന്റേജ് കൂട്ട്. നിങ്ങൾ തിരുവനന്തപുരം ഒരു കോർപ്പറേഷൻ പിടിച്ചു എന്നൊക്കെ നിങ്ങൾ മേനി നടിക്കുമ്പോൾ കേരളത്തിലെ മൊത്തത്തിലുള്ള വോട്ടിംഗ് ഷെയർ 19% നിന്ന് 14 കുറഞ്ഞു. അതാണ് നിങ്ങളുടെ സ്ഥിതിവിശേഷം. അപ്പൊ നിങ്ങളിപ്പോ ഇങ്ങനെ പരാക്രമപ്പെട്ട് എന്താ പറഞ്ഞേ, ഇടുക്കിയിൽ നിന്ന് രാജേന്ദ്രനെ ചേർക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്നുള്ള ആളുകളെയൊക്കെ ചേർക്കുന്നു. നിങ്ങൾ പാർട്ടിയിൽ നിന്ന് ആളുകളെയൊക്കെ ചേർത്തോ, ഞങ്ങൾക്ക് അതിൽ വിരോധമില്ല. നിങ്ങൾ സാബുവിനെയും കൂടെ കുട്ടിക്ക് വിരോധമില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നു, സാബു ജേക്കബ് ഉയർത്തിയ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും, അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇല്ലെങ്കിൽ അതിനുശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ബെന്നി ബെഹനാനെ തോൽപ്പിക്കാനായിരുന്നല്ലോ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ബെന്നി ബെഹനാൻ ലക്ഷങ്ങളുടെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കുന്നത്തുനാട് അസംബ്ലി മണ്ഡലത്തിലും 1000കണക്കിന് വോട്ടുകൾ, ഞാൻ മനസ്സിലാക്കുന്നതിന്റെ 8000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെ മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇപ്പൊ ജിതിൻ ചോദിച്ചു, നോഹയുടെ പെട്ടകം മാറി. ജിതിനെ, അപ്പൊ നിങ്ങളുടെ പാർട്ടി അവിടെ ഇല്ലായിരുന്നോ? ഞങ്ങൾ നോഹയുടെ പെട്ടകത്തിൽ എല്ലാവരും കൂടെ കൂടി, അപ്പുറത്ത് സാബു ജേക്കബ് നിന്നു. ഈ അവസരം മുതലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു 3-4 പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നില്ലേ? അപ്പോ ഞാനും മുതലേച്ചനും കൂടെ കൂടി കാളയെ പിടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾ സാബു ജേക്കബിന്റെ ഒരു ബലത്തിൽ എറണാകുളത്ത് എന്തോ അത്ഭുതങ്ങളൊക്കെ സംഭവിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, രാഷ്ട്രീയത്തിൽ 2-2 4 അല്ല. സാബു ജേക്കബിനൊപ്പം നിൽക്കുന്ന ആ രാഷ്ട്രീയ വോട്ട് ബാങ്ക്, അതിന്റെ ഡെമോഗ്രഫി പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ NDAയിൽ ചേരുമ്പോൾ, ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞോട്ടെ, അവർ NDAയിൽ ചേരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആളുകളൊന്നും അങ്ങോട്ട് വരത്തില്ല. അത് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രകടമാകും. ശരി, ആരെയൊക്കെ സാബു ജേക്കബിനൊപ്പം കൂട്ടാൻ പറ്റും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം തന്നെ എന്തായാലും 95% എന്നതാണ് പറഞ്ഞു വരുന്നത്. ചില നഷ്ടങ്ങൾ സംഭവിക്കുമെന്ന സൂചന അദ്ദേഹം തന്നെ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, നോക്കൂ, വലിയ ശക്തി BJPക്ക് ഇല്ലാത്ത ഇടങ്ങളാണ് എറണാകുളം എന്ന് പറയുന്നത്. തൃപ്പൂണിത്തുറ ഒരു എക്സെപ്ഷനായിട്ട് അവിടെ ഉണ്ട് എങ്കിൽ പോലും നോക്കൂ, ഇപ്പോൾ 2 മുന്നണികൾ ഒപ്പം കൂട്ടാൻ ശ്രമിച്ചവരെയാണ് ഞങ്ങൾ ഒപ്പം കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഒരു എത്ര ചെറിയ ശക്തി എന്ന് പറഞ്ഞാൽ പോലും കൂടിച്ചേരുമ്പോൾ ഒരു ബലം ആണല്ലോ. എന്ത് മാറ്റം സൃഷ്ടിക്കും, അല്ലെങ്കിൽ എന്താണ് ഈ കൂടിച്ചേരലിന്റെ ആകെ തുക എറണാകുളത്ത് സംഭവിക്കാൻ പോകുന്നത്? രേണുക, മിഷൻ 2026, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു ഒരുക്കമെന്ന നിലയിൽ ഒരു ബിൽഡപ്പ് BJPക്ക് ആവശ്യമാണ്. 2 മുന്നണികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും, നല്ല അംഗബലമുള്ള മുന്നണികളാണ്. കാര്യമായ ഘടകകക്ഷികളുള്ള സംവിധാനങ്ങളാണ്. ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ളത് വളരെ ദുർബലമായ ഒരു ഘടകകക്ഷി മാത്രമാണ്. അത് BDJS ആണ്. കാര്യമായി പറഞ്ഞാൽ മറ്റുള്ളത് പേരിന് മാത്രമുള്ള നാമമാത്ര പാർട്ടികളാണ്. അവിടെ ചിലയിടങ്ങളിലെങ്കിലും, എറണാകുളം ജില്ലയുടെ ചില പ്രദേശങ്ങളിലെങ്കിലും കാര്യമായ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം, കൂടെ വരുന്നത് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളമെങ്കിലും BJPക്ക് ഒരു ചെറിയ ഫൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി നൽകിയാണ്. നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുമ്പോൾ കേവലം 6% തൊട്ട് മുകളിൽ മാത്രമാണ് BJPയുടെ വോട്ട് ഷെയർ. അതേസമയം അതേഴ്സ് എന്ന കൂട്ടത്തിൽ കേരളത്തിലെ 14 ജില്ലകളും എടുത്തു നോക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രമാണ് അതേഴ്സ് എന്ന കൂട്ടത്തിൽ 2% കൂടുതൽ വോട്ടുള്ളത്. 6% അതേഴ്സ് എന്ന വോട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ല പങ്കം വന്നിരിക്കുന്നത് ഈ പറഞ്ഞ 3-4 പഞ്ചായത്ത്, 5-6 പഞ്ചായത്തുകളുണ്ട്. കിഴക്കമ്പലം പഞ്ചായത്തിന് ചുറ്റുപാടുമുള്ള ഐക്യമേട് പഞ്ചായത്തുണ്ട്, അതുപോലെ കുന്നത്തുനാട് പഞ്ചായത്ത്. ഇവിടെയെല്ലാം T20 എന്ന ചെറിയ പാർട്ടി നേടിയ വോട്ടുകളാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഇവിടെ ഒരു വയബിൾ ഓൾട്ടർനേറ്റീവ് എന്ന നിലയിൽ BJPക്ക് ഒരു പാൻ കേരള ഫേസ് ഉണ്ടാകണമെങ്കിൽ ജില്ലകൾ, ദുർബലമായ ജില്ലകളിൽ, കാര്യമായ ഒരു സ്വാധീനം ഇല്ലാത്ത ജില്ലകളിൽ സഖ്യകക്ഷികൾ വേണമല്ലോ. അത് സ്വാഭാവികമായൊരു കാര്യമാണ്. ഇനി T20യിലേക്ക് നോക്കൂ. T20 എന്ന് പറയുന്നത് ഒരു പൂർണ്ണ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷി അല്ല.
അത് രാഷ്ട്രീയ കക്ഷിയായിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ പാർട്ടി എന്ന് വിളിക്കുമ്പോഴും ഒരു സിവിൽ അമ്യൂണിറ്റീസ് നിർവഹിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം, CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് പ്രൊവിഷൻസ് എത്തിക്കുന്ന ഒരു സംവിധാനം എന്നതിൽ നിന്നും കൃത്യമായ പഞ്ചായത്തുകളുടെ ഭരണത്തിലേക്ക് എത്തുക എന്ന ഫോർമുല 2015 മുതൽ 15, 20, 25 തിരഞ്ഞെടുപ്പുകൾ മത്സരിച്ച് ചില മേഖലകളിൽ സ്വാധീനമുണ്ടാക്കിയ ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ഒരു പക്ഷേ അതിനോട് ഉപമിക്കാവുന്നത് മറ്റ് പ്രസ്ഥാനങ്ങൾ ഒന്നുമില്ല എങ്കിൽ പോലും ആം ആദ്മി പാർട്ടിയാണ്. ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ തുടക്കകാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അഴിമതി വിരുദ്ധത, മറ്റ് രാഷ്ട്രീയ കക്ഷികളോടെല്ലാം തന്നെ മാറി നിൽക്കുക, ഒരു നിഷ്പക്ഷമായ ഒരു പന്ഥാവ്, പുതിയ കേരളത്തിന് പരിചിതമല്ലാത്ത, രാജ്യത്തിന് പരിചിതമല്ലാത്ത ഒരു മാതൃക കാട്ടിക്കൊടുക്കുക, അതിന് കോർപ്പറേറ്റ് ബാക്കിങ്ങും കൂടെ ലഭിക്കുക. ഇതൊരു മാതൃകയാണ്. ഇവിടെ വലിയ കൗതുകത്തോടെ തന്നെയാണ് ജനങ്ങൾ അത് സ്വീകരിച്ചത്. കാര്യമായ ബെനിഫിറ്റ് ചില പ്രദേശങ്ങളിൽ ലഭിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിൽ നിന്നൊക്കെ പച്ചക്കറി വലിയ തോതിൽ വന്ന് ലാഭകരമായൊക്കെ വിതരണം ചെയ്തപ്പോൾ തീർച്ചയായും ടച്ചിങ് പീപ്പിൾസ് ലൈഫ്സ് എന്നത് തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഉരുത്തിരിഞ്ഞു വരികയാണ്. നോക്കൂ, ശ്രീ അരവിന്ദ് കെജ്രിവാൾ കാട്ടിയ ഒരു അബദ്ധമുണ്ട്. ഡൽഹിയിൽ ഒതുങ്ങി നിന്ന പ്രസ്ഥാനം പഞ്ചാബിലേക്ക് വ്യാപിപ്പിച്ചു. അത് വിജയം കണ്ടു, ശരിയാണ്. അതേസമയം ഒരു ദേശീയ നേതാവാകാനും ഒരുപക്ഷെ പ്രധാനമന്ത്രിയാകാനും അരവിന്ദ് കെജ്രിവാൾ ആഗ്രഹിച്ചപ്പോഴാണ് ആം ആദ്മി പാർട്ടിയെ ദേശീയ പാർട്ടിയാക്കി മാറ്റിയെടുക്കണം. അതിന് 3, 4, 5 സംസ്ഥാനങ്ങളിൽ MLA-മാരുണ്ടാകണം, നിശ്ചിത വോട്ട് ഷെയർ ഉണ്ടാകണം. അതിന് പരമ്പരാഗത രീതികൾ പോരാ, ഡൽഹിയുടെ മെത്തേഡ്സ് പോരാ, അതിന് പണം ആവശ്യമുണ്ട്. അങ്ങനെയാണ് ആം ആദ്മി പാർട്ടി കുടുക്കിലായത്. അതുകൊണ്ടാണ് ഒരു നാച്ചുറൽ DNA ഉണ്ട് ഒരു പാർട്ടിക്ക്, ആം ആദ്മി പാർട്ടിക്കാകട്ടെ T20-ക്കാകട്ടെ. അത് വിട്ടുകൊണ്ട് ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുക, അല്ലെങ്കിൽ ഒരു ദേശീയ പാർട്ടിയുമായി സഖ്യം ചേരുക എത്രത്തോളം പ്രായോഗികമാകും എന്ന് കൃത്യമായി ഇപ്പോൾ പ്രവചിക്കാൻ ആവില്ല. പക്ഷേ ഇതൊരു പരസ്പരം സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ്. BJP വാസ് ഡെസ്പറേറ്റ്ലി ലുക്കിംഗ് ഫോർ എ വയബിൾ അലായ് ഇൻ സെൻട്രൽ പാർട്ട് ഓഫ് കേരള, എറണാകുളം ജില്ലയിൽ. അതേപോലെ തന്നെ സാബു ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ബിസിനസ് സാമ്രാജ്യം മുന്നോട്ട് പോകണം. തീർച്ചയായും ഇവിടെ പറഞ്ഞ അതിലേക്ക് വരുന്നതിനുണ്ട് 2020 അതിൻ്റെ രാഷ്ട്രീയ അടിത്തറ വിപുലീകരിക്കുമോ അതോ കൊഴിഞ്ഞുപോക്കുണ്ടാകുമോ? താങ്കളുടെ അതിലുള്ള കാഴ്ചപ്പാട് എന്താണ്? ഏതിനാണ് സാധ്യത കൂടുതൽ? ഇപ്പോൾ തന്നെ സാബു ജേക്കബ് ഒരു സംശയത്തിനിട നൽകിക്കൊണ്ടുള്ള മറുപടിയാണ് നമ്മുടെ ചോദ്യത്തിന് നൽകിയത്. ഇവിടെ പരമ്പരാഗത, നമ്മൾ എന്ത് പറഞ്ഞാലും കേരളത്തിൽ പരമ്പരാഗതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ആത്യന്തികമായി ശാശ്വതമായി നിലനിൽക്കാനാവൂ. കാരണം ഇവിടെ പ്രൈമോഡിയൽ ലോയൽറ്റീസ് വളരെ പ്രധാനമാണ്. താൽക്കാലികമായി ഒരു പ്രത്യേക പ്രദേശത്തെ അത്ഭുതകരമായ മുന്നേറ്റം ഉണ്ടാക്കാൻ ഒരു പാർട്ടിക്ക് കഴിയും. നോക്കൂ, ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഒന്നും പ്രാധാന്യമില്ലാത്ത വികസനത്തിന് മാത്രം, അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നേടിക്കൊടുക്കുന്നതിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു സംവിധാനമാണ് പാർട്ടി. അതുപോലെ ഞാൻ പറയുന്ന ഒരു സംവിധാനമാണ് T20. അതിൽ അവർ ഭാഗികമായി വിജയിക്കുകയും ചെയ്തു. പക്ഷെ അതിൽ നിന്നും കൃത്യമായ പ്രത്യയശാസ്ത്ര അടിത്തറയുള്ളൊരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പാർട്ടിയുമായി സഖ്യം ചേരുമ്പോൾ എന്ത് തരം പൊരുത്തപ്പെടലുകളാണ് വേണ്ടിവരിക? ഒരുപാട് നിലപാടുകളിൽ മാറ്റം വരേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് കൃത്യമായി സാബു ജേക്കബിൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്ന ജനങ്ങൾ, പരമ്പരാഗതമായി ഈ ചെറിയ പഞ്ചായത്തുകൾ വോട്ട് ചെയ്ത ജനങ്ങൾ, അത് ചിലരെങ്കിലും BJP ബാന്ധവത്തെ എതിർക്കുന്നവരുണ്ടാകാം. അവരുടെ വോട്ട് UDF-ലേക്ക് LDF-ലേക്ക് മാറാം. അതുകൊണ്ട് കൂടുതലായി T20 എന്ന പാർട്ടിക്ക് ഇതുകൊണ്ട് വ്യക്തമായ മേൽക്കൈയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ BJP-ക്ക് T20യുടെ ബേസിനെ കുറേയൊക്കെ സ്വാംശീകരിച്ചെടുക്കാൻ കഴിയും. ഒരുപക്ഷെ ശ്രീ സാബു ജേക്കബ് മത്സരിക്കുമോ എന്നതാണ് ചോദ്യമെങ്കിൽ ഒരുപക്ഷെ കുന്നത്തുനാട് നിയമസഭാ സീറ്റിൽ ഒരുപക്ഷെ മത്സരിക്കാനുള്ള മണ്ഡലമാണ് സാറേ, അവിടെ മത്സരിക്കാൻ പറ്റത്തില്ല. അത് SC മണ്ഡലമാണ്. അപ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു മണ്ഡലം, അതിന് കാച്ച്മെന്റ് ഏരിയയിൽ, അതായത് സാബു ജേക്കബിന്റെ സ്ഥാപനം നിൽക്കുന്ന ഒരു ഏരിയയിൽ, കാച്ച്മെന്റ് ഏരിയയിൽ ഏതെങ്കിലും ഒരിടത്ത് ഒരു സാബു ജേക്കബിനോ അല്ലാതൊരു ആളിനോ മത്സരിക്കാൻ തീർച്ചയായും BJP ഒരു സീറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ല എങ്കിൽ ഒരു ബാന്ധവത്തിന്റെ ആവശ്യം ഇപ്പോൾ ഈ സ്റ്റേജിലില്ലല്ലോ. പ്രത്യേകിച്ച് നരേന്ദ്രമോദി നാളെ കേരളത്തിൽ വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിസ്മയം തീർത്തിരിക്കുകയാണ്. തീർച്ചയായും പ്രധാനമന്ത്രിയുടെ വരവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ ജിതിൻ, സാബു ജേക്കബിനെ തന്നെ മത്സര രംഗത്തിറക്കിക്കൊണ്ടുള്ള നീക്കങ്ങളാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ നിലയിൽ മത്സരിപ്പിച്ച് ഒരു ഇടത്തെങ്കിലും ശക്തി തെളിയിക്കുക എന്നതാണ് ഈ സഖ്യം വന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത്തരം നീക്കം തന്നെ ആയിരിക്കുമോ നടത്തുക? ഞാൻ അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പ് ശ്രീ അരുൺകുമാർ പറഞ്ഞ 1-2 കാര്യം. അദ്ദേഹം ഈ കുന്നത്തുനാടില് 2020 മുട്ടുകുത്തിച്ച് സംഭവം പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ പോയിട്ട് നമ്മുടെ ആ LST ഇലക്ഷന്റെ റിസൾട്ട് നോക്കുവാൻ.
കുന്നത്തുനാടില് ഞാൻ മനസ്സിലാക്കുന്നത് LDF കിട്ടിയത് ഒരു സീറ്റാണ്, അതും 2020 4 വോട്ടിന് ജയിച്ചാണ്. അവിടെ BJP-യുടെ 66 വോട്ടും കൂടെ 2020 ഇപ്പൊ ചേർന്നാണെങ്കിൽ ആ സീറ്റ് ഞങ്ങൾ ഈ 2020 കിട്ടിയത്. അതേപോലെ തന്നെ 20-ാം നമ്പർ വാർഡിൽ BJP-യുടെ വോട്ട് 2020 ഇപ്പൊ ചേർത്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ UDF അവിടെ തോറ്റേനെ. അപ്പം ഇതിനു മുമ്പാണ് ഈ സഖ്യം വരുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴേ ഈ കുന്നത്തുനാടിന്റെ ചരിത്രം അരുൺകുമാറിന് പറയാൻ പറ്റത്തില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം, സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന പണമെടുത്ത് പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ അതിന്റെ മേലിനടിക്കാൻ ആ കക്ഷി 2020 ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആർഗ്യുമെന്റ്. നിങ്ങൾ ചെയ്യുന്നത് അത് തന്നെയല്ലേ? ഹെൽത്ത് ഗ്രാന്റ് കൊണ്ട് ആശുപത്രി കെട്ടിടം പണിയുക, ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന് പേരിടാൻ പറയുമ്പോൾ ഇടാൻ പറ്റത്തില്ലെന്ന് പറയുക, പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അത് ഇടുക, ആവാസ് യോജനയുടെ പൈസ ലൈഫിന്റെ കൂടെ ചേർത്ത് വെച്ച് ജനങ്ങൾക്ക് കൊടുക്കുക, പിന്നെ കിസാൻ സമ്മാൻ നിങ്ങളുടെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കതിർ എന്ന് പറഞ്ഞൊരു എന്താ പറയുക വർക്ക് ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് കാർഷിക സഹായം കിട്ടുന്ന ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുക. ഇവിടെ ആയുഷ്മാൻ ഭാരത് 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാതിരിക്കുക. നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങളൊക്കെയാണത്. പിന്നെ പച്ചക്കറി കിറ്റും ഒക്കെ കൊടുക്കുന്നതിനൊക്കെ നിങ്ങൾ ഇങ്ങനെ വിമർശിക്കരുത്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് അധികാരമൊക്കെ പിടിച്ചെടുത്ത് കേരളത്തിൽ മുന്നോട്ട് പോയതെന്ന് അങ്ങ് മനസ്സിലാക്കണം. അതുകൊണ്ട് വെറുതെ ഒരാള് ഞങ്ങൾക്കൊപ്പം വന്നില്ല, കിട്ടാത്ത മുന്തിരി പുളിക്കുമ്പോൾ ആ പുളിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ, ഇത്തരത്തിലുള്ള ബാലിശമായ ആർഗ്യുമെന്റ്സ് പറയരുതെന്ന് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ലോഹയുടെ പേടകം പറയുമ്പോൾ വേണിച്ചേട്ടന് നൊന്തു. അപ്പൊ അങ്ങേക്കുള്ള മറുപടിയും ഈ കാര്യത്തിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ രേണുക ചോദിച്ച ചോദ്യം, ഈ 2020-യുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകും? സാബു ജേക്കബ് മത്സരിക്കുമോ അതോ മറ്റാരും മത്സരിക്കുമോ ഒന്നും പറയാൻ BJP സാധിക്കില്ല. ഞാൻ അതിനുള്ള ഉത്തരം അങ്ങേക്ക് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇത് രണ്ടുപേരും ആശയപരമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും ഒക്കെ വ്യത്യാസമുള്ളത് കൊണ്ടാണല്ലോ രണ്ട് കക്ഷികളായി ഒരു മുന്നണിയിൽ ചേർന്ന് നിൽക്കുന്നത്. അതിനൊരു അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ചാൽ പോലെ. നരേന്ദ്രമോദിജി വരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ നരേന്ദ്രമോദിജിയെ കൊണ്ടുവന്ന് 45 ദിവസത്തിനകത്ത് തിരുവനന്തപുരത്തിന്റെ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു. നാളെ മോഡിജി വരുന്നു, ആ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് ഞങ്ങൾ ജനങ്ങൾക്ക് വെക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ദിശാസൂചികയാണ്, പോകരുത് ഒറ്റ കാര്യമാണ്, ദിശാസൂചികയാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയം കേരളം മുഴുവൻ ചർച്ച ചെയ്യും. കേരളത്തിൽ ഞങ്ങൾ കേവലം 1 സീറ്റോ 2 സീറ്റോ നേടാനായിട്ട് മത്സരിക്കുന്ന പാർട്ടിയായിട്ടോ മുന്നണിയായിട്ടോ രേണുക കണക്കാക്കരുത്. 2020-യുടെ വരവോടുകൂടി ഇനി വരാൻ പോകുന്ന മറ്റ് ആൾക്കാർ വിസ്മയം ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. VD സതീശൻ വിസ്മയത്തിന്റെ പുറകെ പോയപ്പോൾ BJP-യുടെ വിസ്മയം തീർക്കുകയാണ്. ഈ വിസ്മയത്തിന്റെ ഭാഗമായിട്ട് ധാരാളം ആൾക്കാർ ഈ പാർട്ടിക്കൊപ്പം വരും. നല്ല നല്ല കാൻഡിഡേറ്റുകൾ ഫീൽഡിലുണ്ടാകും. ആ വഴി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ഷെയറും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടും മുന്നണിയായിട്ടും BJP-യും NDA-യും ഈ തെരഞ്ഞെടുപ്പിൽ മാറും. ആ സമയത്ത് രേണുക ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് സന്തോഷത്തോടെ പറയാൻ സാധിക്കും, BJP കേരളത്തിൽ ഉണ്ടാക്കിയ മുന്നേറ്റത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് വലിയ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാൻ സാധിക്കും. ശരി ശ്രീ ജിതിൻ, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നാളെ പ്രധാനമന്ത്രിയുടെ വരവ് തലസ്ഥാനത്തെ പിടിച്ചുലയ്ക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ എന്ന നിലയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു നൽകിയിരുന്നതെങ്കിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തയനുസരിച്ച് അതിവേഗപാത പ്രഖ്യാപനം പ്രധാനമന്ത്രി നാളെ നടത്തും എന്ന സൂചനകൾ ഉൾപ്പെടെ വരുന്നു. അങ്ങനെ കേരളത്തെ ആകെ വിസ്മയിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കണമോ? അതൊന്നും എനിക്കറിയില്ല രേണുക. പ്രധാനമന്ത്രിയുടെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യം എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകർ എത്രയോ കാലമായി BJP ഓഫീസിൽ ചുറ്റുപാട് പറഞ്ഞ കറങ്ങുകൾ ഡൽഹിയിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്? തിരുവനന്തപുരത്തിന്റെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ വേണ്ടിയിട്ട്, തിരുവനന്തപുരത്തിന്റെ വികസനം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയ വിദഗ്ധരമായിട്ടുള്ള കൂടിയാലോചനകളൊക്കെ നടത്തിയതിനു ശേഷം തയ്യാറാക്കിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് അദ്ദേഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം അവിടെ സംസാരിക്കും എന്നുള്ളതാണ് എന്നെ മറ്റുള്ള ജനങ്ങളെ പോലെ എന്റെയും പ്രതീക്ഷ. അതെന്താണ് എന്നുള്ളതിന് നമ്മൾ കുറച്ച് മണിക്കൂറുകൂടെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്ന് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. ശരി. എന്തായാലും വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇതിനോടകം വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സാബുവിനോട് പറഞ്ഞതുപോലെ തന്നെ BJP-യിലേക്ക് സാബു ജേക്കബ് എന്ന വാർത്ത ഞങ്ങൾ എത്രയോ മുൻപ് കൊടുത്തിരുന്നതാണ്. അപ്പോൾ ആ നിലയിൽ നടക്കുന്ന ചർച്ചകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ NDA-ക്കൊപ്പം നിൽക്കുന്ന തരത്തിലേക്ക് എത്തിയത്. മാധ്യമങ്ങൾ ഒന്നും അറിയില്ല എന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അത്തരം ചില വാർത്തകൾ ഞങ്ങൾ തന്നെ കൊടുത്തിരുന്നതാണ്. ശ്രീ അരുൺകുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ 2021 സാഹചര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം നോക്കിയാൽ 51,180 വോട്ടാണ് ശ്രീനിജന് കിട്ടിയത്. സജീന്ദ്രന് 48,463 വോട്ട്, സുജിത്തിന് 41,890 വോട്ട്. അവിടെ 3000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ശ്രീനിജന് ഉള്ളത്. പക്ഷേ നോക്കൂ, 2020-യുടെയും BJP-യുടെയും വോട്ടുകൾ എടുക്കുകയാണ് എങ്കിൽ അത് മറികടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആ മണ്ഡലത്തിൽ സൃഷ്ടിക്കപ്പെടും എന്നതാണ് കരുതുന്നത്. അപ്പോൾ ഒരു മണ്ഡലത്തിലെങ്കിലും അത്തരം ഒരു അത്ഭുതം നടത്തുക ഈ സഖ്യത്തിലൂടെ കഴിഞ്ഞാൽ അതൊരു നേട്ടമല്ലേ?
ഇവിടെ 10 കൊല്ലത്തിലധികമായി 2020 പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഇതുവരെ 2020ക്കെതിരെ ഒരു വാക്ക് RSSോ BJPയോ പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ? അതുപോലെ BJPക്കെതിരെയും ഒരു വാക്ക് സാബു ജേക്കബ് പറഞ്ഞിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ RSSന്റെ ഒരു ഏജന്റായി തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, ഒരു ടൂളായിരുന്നു. കാരണം ഇവിടെ എല്ലാവരെയും ചീത്ത പറയുക, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പെസക എന്ന് പറയുക, അതുപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം പിരിവുകാരാന്ന് പറയുക, എന്നിട്ട് തലയെ തുണിയിട്ട് ഇതേ സാബു ജേക്കബ് തന്നെ പിരിവ് നടത്തുക. ഞാൻ വേണമെങ്കിൽ അങ്ങേക്ക് ചിത്രം അയച്ചു തരാം. സിന്തൈറ്റിലടക്കം പോയി ലക്ഷക്കണക്കിന് രൂപ സാബു ജേക്കബിന്റെ 2020ക്ക് വേണ്ടി കൈപ്പറ്റുന്ന പണമടക്കം ഇവിടെ ഉണ്ട്. രണ്ടാമതും മൂന്നാമതും ചെന്നപ്പോൾ കൊടുക്കാതെ വന്നപ്പോൾ മറ്റ് കമ്പനികളെല്ലാം പ്രശ്നക്കാരാണ്, അവരെല്ലാം ജനവിരുദ്ധരാണെന്ന് പ്രസംഗിക്കുകയും ചെയ്തു. അതായത് പ്രവൃത്തി ഒന്ന്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം വേറെ. ഇത് കുറേ നമ്മൾ കണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല മണ്ഡലങ്ങളും അദ്ദേഹം കുന്നത്തുനാട്ടിലെ കണക്കൊക്കെ എടുത്തു പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ആ ബ്ലോക്ക് പഞ്ചായത്ത് 2020 ഭരിച്ചുകൊണ്ടിരുന്നേ. ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം ഇപ്പോൾ LDF പിടിച്ചെടുത്തു. അതുപോലെ തന്നെ പുത്തൻകുരിശ് ഡിവിഷൻ, ജില്ലാ പഞ്ചായത്തിന്റെ പുത്തൻകുരിശ് ഡിവിഷൻ LDF ആണ് അവിടെ വിജയിച്ചത്. ചില പഞ്ചായത്തുകളിൽ ഏറ്റക്കുറച്ചിലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ 2020യുടെ മുതലാളി ആദ്യം തന്നെ പറഞ്ഞിട്ട് പോയി, 2 രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളെ സ്വാധീനിക്കാൻ വന്നു. ഞാൻ വെല്ലുവിളിക്കുകയാണ്, CPMന്റെ ആരെങ്കിലുമോ, CPMന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോ ഈ മുതലാളിയുടെ അടുത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ. പഴയ കാര്യങ്ങളൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയതിനു ശേഷം കൃത്യമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് യോജിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് കൃത്യമായി വെല്ലുവിളിച്ചു തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ മൃതപ്രായരായി തല്ലി ഒതുക്കുന്ന സാഹചര്യം മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് കാരണം അവിടുത്തെ പ്ലാനിംഗ് കമ്മിറ്റി, വികസന സമിതിയിൽ സാബു മുതലാളിയുടെ അനിയൻ, ബന്ധുക്കൾ, അമ്മാവൻ, ആന്റി എല്ലാവരെയും കുത്തി നടത്തിയതിനെതിരെ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പൊ ഇപ്പോൾ RSSന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് എല്ലാവരും വന്നു, അതുകൊണ്ട് ഞങ്ങൾ പോയില്ല എന്നൊക്കെ പറയുന്നത് അവിടെ ഇരിക്കട്ടെ. ഞാൻ പറയുന്നത്, എന്തു വികസനമാണ് കഴിഞ്ഞ 4 പഞ്ചായത്തുകളിൽ, അദ്ദേഹം ഭരിച്ച പഞ്ചായത്തുകളിൽ 2020യുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നത് എന്നൊന്ന് പറയാൻ, തെളിയിക്കുകയൊന്നും വേണ്ട, ഒന്ന് പറഞ്ഞാൽ മതി, മാധ്യമങ്ങൾക്ക് പോയി നോക്കാമല്ലോ. ഇതുവരെ ഇപ്പൊ കിഴക്കമ്പലം പഞ്ചായത്ത് അദ്ദേഹം ഭരിക്കുന്ന 10 കൊല്ലമായിട്ട് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ ഭരണസിരാ കേന്ദ്രമാണ്. അവിടെ ഒരു പൊതു ടോയ്ലറ്റ് ഉണ്ടോ? ഒരു പൊതു ടോയ്ലറ്റ് അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി പണിതിട്ടുണ്ടോ എന്ന് തെളിയിച്ച് കാണിച്ചു തന്നാൽ ഈ പരിപാടി ഇവിടെ നിർത്താം. അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, എത്ര വർഷങ്ങളായി പൊളിച്ചിട്ടിരിക്കുന്നു. ആ ബസ് സ്റ്റാൻഡ് ആധുനീകരിച്ച ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞ് ബുക്കിലെറ്റ് പ്രസിദ്ധീകരിച്ച് പുറത്തിറക്കി. അവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ എന്തൊക്കെ മൃഗങ്ങളാണ് കയറി കിടക്കുന്നതെന്ന്. അപ്പോൾ ഒരു തരത്തിലുള്ള വികസനവും നടത്താതെ തൻ്റെ ബിസിനസ് വിപുലപ്പെടാൻ, ആ ബിസിനസിനെ കുറിച്ച് ആരും ചോദിക്കരുത്. ഏതെങ്കിലും ലൈസൻസ് പഞ്ചായത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടോ? ഇല്ല. അവിടെ 1000കണക്കിന് സ്ക്വയർ ഫീറ്റ്, 10000കണക്കിന് സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടങ്ങളുണ്ട്. ഏതെങ്കിലും കെട്ടിട നികുതി അടയ്ക്കുന്നുണ്ടോ? കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഈ കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അപ്പോൾ അവൈലബിൾ അല്ല, ലഭ്യമല്ല എന്ന മറുപടിയാണ് കിട്ടുന്നത്. അവിടെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി തൻ്റെ ബിസിനസ് വിപുലപ്പെടുത്തണം. ആ ബിസിനസ് കേരളത്തിന് പുറത്തേക്ക് വിപുലപ്പെടുത്താൻ ഇപ്പൊ തെലങ്കാനയിൽ പോയി, ചെന്നിറങ്ങിയപ്പോൾ തന്നെ സ്വാഗതം ചെയ്തു കൊണ്ടുവന്ന BRS ഗവൺമെന്റ് താഴെ പോയി. അവിടെ ആ ഗവൺമെന്റ് തന്നെ ഇല്ലാതായി. അവിടുത്തെ സംവിധാനമൊക്കെ വിവരങ്ങൾ, വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ തട്ടിപ്പും വെട്ടിപ്പും നടത്തി വികസനം അല്ലെങ്കിൽ ബിസിനസ് വിപുലപ്പെടുത്താൻ, വികസിപ്പിക്കാൻ, ബിസിനസ് വിപുലപ്പെടുത്താൻ ഇപ്പോൾ ഏറ്റവും നല്ല ഒരു കോർപ്പറേറ്റിന്റെ സഹായം വേണം. അതിനുവേണ്ടി രാജീവ് ചന്ദ്രശേഖരന്റെ തോളിൽ കൈയിട്ടു, അതേ കണ്ടാൽ മതി. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ NDAയുമായിട്ട് യോജിച്ച കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ അത് സംഭവിക്കും, ഇത് സംഭവിക്കും, ചുറ്റുപാട് സംഭവിക്കുന്നതൊക്കെയല്ല. ഇതൊരു മാൻഡ്രേക്കാണ്. രേണുക കൃത്യമായി നോട്ട് ചെയ്തോ, ഇതൊരു മാൻഡ്രേക്കാണ്. നമ്മളൊരു സിനിമയെ കണ്ടിട്ടുണ്ട്, ഒരു തല കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ജഗതി. ആ മാൻഡ്രേക്ക് ആ BRS ഗവൺമെന്റിന് കൊണ്ടുപോയി കൊടുത്തിരുന്നു, അവിടെ നശിച്ച് നാരായണക്കല്ല് പിടിച്ചു. ഇപ്പതേ NDAക്ക് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നു. അധികം താമസിയാതെ തന്നെ ഈ മാൻഡ്രേക്കിനെ തിരിച്ചറിയും, NDAയും തിരിച്ചറിയും, ജനവും തിരിച്ചറിയും. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഏറ്റവും കൂടുതൽ 2020യുടെ പിന്നിൽ അണിനിരക്കുന്നത്. കാരണം അവരുടെ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന ഞാൻ ദൈവത്തിന്റെ പ്രതിരൂപമാണ്, ഞാൻ സേവനം ചെയ്യാൻ ദൈവം വിട്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്ന പ്രസംഗം ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. അവരെല്ലാം വഴിതെറ്റിച്ച് ആടിന് പച്ചില കൊടുത്ത് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയി ഇപ്പൊ RSSന്റെ താവളത്തിൽ കൊണ്ടുപോയി എത്തിച്ചിരിക്കുകയാണ്. കന്യാസികളെ ആക്രമിക്കുന്നതും മണിപ്പൂർ കലാപത്തിന്റെ വാർത്തകളും രാജ്യത്തിന്റെ ഓരോ മേഖലയിലേക്കുള്ള ഒരു പാലമായി മാറുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്ന വിഷയമാണ്. എങ്ങനെയാണ് ഇതൊക്കെ വരാൻ പോകുന്നത് എന്നത്. ശ്രീ മോഹൻ വർഗീസ് നോക്കൂ, ഇവിടെ ഇപ്പോൾ
2010 തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം 2011 ഉണ്ടാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഇഞ്ചോടിഞ്ചായിരുന്നു. അതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എം വി ഗോവിന്ദൻ ആദ്യം സംസ്ഥാന സെക്രട്ടറി ഉദാഹരിച്ചത്. അങ്ങനെയാണെങ്കിൽ നെക്ക് ഫൈറ്റ് നടക്കാൻ പോവുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയാം. ഇപ്പോഴും അതിൻ്റെ സാധ്യതകളാണ്. LDF ഒരു സാധ്യതയും വെറുതെ കളയുന്നില്ല. ആ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. അവിടെയാണ് BJP ഇത്തരത്തിലുള്ള വിസ്മയങ്ങൾ കാണിക്കുന്നത്. നാളെ പ്രധാനമന്ത്രി LDF സർക്കാർ എത്രയോ വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിൽവർ ലൈന് പകരമായിട്ടുള്ള അതിവേഗ പദ്ധതി പ്രഖ്യാപിക്കുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. LDF-ഉം UDF-ഉം തമ്മിൽ എത്രമാത്രം ഫൈറ്റ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നു. അവിടെ അനുമതി നൽകാതെ വൈകിപ്പിച്ചതാ ഇപ്പോൾ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ അവിടെ പ്രധാനമന്ത്രി തന്നെ വന്ന് അത്തരമൊരു പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ കേരള സമൂഹത്തിൽ അതൊക്കെ വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കില്ലേ? അപ്പോൾ ഈ നെക്ക് ടു നെക്ക് ഫൈറ്റാണ് നടക്കുന്നതെങ്കിൽ BJP അവർ ഉദ്ദേശിക്കുന്നത് പോലെ നിർണായകമായ ചില മണ്ഡലങ്ങൾ പിടിക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 19.7% വോട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച കേരള വ്യാപകമായി ലഭിച്ച 14.8% വോട്ടും ഇതൊരു ബേസ് മാർക്കായി വെച്ചുകൊണ്ട് ഒരു ത്രഷോൾഡ് ലെവലിലേക്ക് ഓൾ കേരള അടിസ്ഥാനത്തിൽ 25%. ഇതൊക്കെയാണ് ശ്രീ അമിത്ഷാ വന്ന സമയത്ത് പറഞ്ഞ തന്ത്രങ്ങൾ. അത് പാൻ കേരള അടിസ്ഥാനത്തിൽ നടക്കില്ല എന്ന് കൃത്യമായി നമുക്കറിയാം. അതേസമയം ഇവിടെ വോട്ട് ഷെയർ അല്ല വിഷയം, സീറ്റുകളാണ് വിഷയം. ജയിച്ചു വരാവുന്ന ചില മണ്ഡലങ്ങളെങ്കിലും കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് BJP അതിനെ A ക്ലാസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ്. കുന്നത്തുനാട് A ക്ലാസ്സിലേക്ക് വരുമോ എന്നാണ്. ഇല്ല, കുന്നത്തുനാട് A ക്ലാസ്സിലേക്ക് വരാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. അവിടെ ഒരുപക്ഷെ കുറച്ച് ഒരു സ്ഥാനാർത്ഥി വന്നേക്കാം, സംവരണ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി വന്നേക്കാം. സാബു ജേക്കബ് ഹാൻഡ് പിക്ക് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി NDAക്ക് വേണ്ടി മത്സരിച്ചേക്കാം. ഒരുപക്ഷെ കടുത്ത ത്രികോണ മത്സരത്തിൻ്റെ ഒരു അന്തരീക്ഷം ആ മണ്ഡലത്തിൽ വന്നേക്കാം. അതുകൊണ്ട് ഇവിടെ ഒരു 30,000-ൽ പരം വോട്ടുകൾ BJP നേടിയ ഏതാണ്ട് 30ഓളം മണ്ഡലങ്ങളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ അവിടെ എല്ലാം തന്നെ അവിടെ നിന്നും മുന്നോട്ട് പോയാൽ കുറേ സീറ്റുകൾ ലഭിക്കാമെന്ന കണക്കുകൂട്ടലാണ്. അതുകൊണ്ടാണ് BJPയെ ഇതുപോലെയുള്ള ചെറിയ വിസ്മയങ്ങളിലേക്ക്, ഇത് വൻപൻ വിസ്മയമൊന്നുമല്ല, ചെറിയ വിസ്മയത്തിലേക്ക് നയിക്കുന്നത്. ഇനി നോക്കൂ, യഥാർത്ഥത്തിൽ ഞാൻ എറണാകുളം ജില്ലയിലേക്ക് തന്നെ വരികയാണ്. ആ ഒരു സാബു ജേക്കബിൻ്റെയും കിറ്റക്സിൻ്റെയും കാച്ച്മെൻറ്റ് ഏരിയയിലേക്ക് വരികയാണ്. അവിടുത്തെ ഒരു ഡെമോഗ്രാഫിക് ബാലൻസ് നോക്കൂ. സാബു ജേക്കബ് എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ തലപ്പത്ത് എന്നത് മാത്രമല്ല, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് ഒരു ബിസിനസ് ഐഡൻറ്റിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയും ഉണ്ട്. അദ്ദേഹം ഒരിക്കലും വിശ്വാസത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് വളരെ നിർണായകമാണ് ശ്രീ മോഹൻ വർഗീസ്. നോക്കൂ, BJPയെ സംബന്ധിച്ച് അവർ വികസനമാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത്. അത് രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന് തന്നെ പറയാം. വികസന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് അവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് വേണ്ടിയാണ്. അവിടെ ചില പോരായ്മകൾ ഉണ്ട് എങ്കിൽ പോലും അവരുടെ ശ്രമം അതാണ്. അവിടെ ഒരു ബ്രിഡ്ജായി സാബു ജേക്കബ് മാറുമോ? ഒരു വെടിക്ക് 3 പക്ഷി എന്നാണ്, 2 അല്ല 3 പക്ഷിയാണ് BJP എയിം ചെയ്യുന്നത്. ഒരു വശത്തെ ഈ അടിത്തറ വിപുലീകരിക്കുക, മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കുക, അതൊരു സിമ്പിൾ ലക്ഷ്യം മാത്രമാണ്. അതുകൊണ്ട് കാര്യമായ അടിത്തറയൊന്നും പാൻ കേരള അടിസ്ഥാനത്തിൽ 2020 വന്നതുകൊണ്ടൊന്നും വികസിക്കില്ല. രണ്ടാമത്തേത് ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊരു കാര്യമാണ്. ഇവിടെ സാബു ജേക്കബ് ക്രിസ്ത്യൻ നാമധാരിയാണ്. അവിടെ ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ ഉൾക്കൊള്ളുന്നു. വലിയ നേതാക്കളെ, ക്രിസ്ത്യൻ സമൂഹത്തിൽ തലയെടുപ്പുള്ള ചില ആളുകളെയെങ്കിലും BJPയിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതലായി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഉള്ള ആളുകൾക്ക് കൂടുതൽ സീറ്റുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നായാടി മുതൽ നസ്രാണി വരെ എന്ന ഒരു ഡിക്റ്റം വെള്ളാപ്പള്ളി നടേശൻ കൊണ്ടുവരുമ്പോൾ BJPക്കും നസ്രാണിയെയും ക്രിസ്ത്യാനിയും ഒന്നും മാറ്റി നിർത്താനാവില്ല. കാരണം ഇലക്ട്രൽ വിക്ടറി എന്ന് പറയുന്നത് ഈ ഹിന്ദു കൺസോളിഡേഷൻ മാത്രം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. അവിടെ കേരളത്തിൻ്റെ ഡെമോഗ്രാഫിക് ബാലൻസ് അങ്ങനെയാണ്. അവിടെയാണ് സാബു ജേക്കബിനെ പോലെ ഒരു വ്യവസായി, അതാണ് മൂന്നാമത്തെ കാര്യം, ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ കുറേയൊക്കെ പ്രഭാവം ചെലുത്താൻ കഴിയും. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ് BJPയോട് ആഗ്രഹിക്കുന്നത്. അമേരിക്കയിലേക്കുള്ള ടെക്സ്റ്റൈൽ കയറ്റുമതിക്ക് ട്രംപ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. വലിയ ടാരിഫാണ്. അങ്ങനെയെങ്കിൽ കിറ്റക്സിൻ്റെ ഗാർമെൻസിന് കയറ്റുമതി വിപണിയൊക്കെ ലഭിക്കണമെങ്കിൽ തീർച്ചയായും അതൊരു ചട്ടപ്പടി കാര്യങ്ങൾ കുറേ മുന്നോട്ട് പോകും. പക്ഷേ കേന്ദ്ര സർക്കാരുമായി ഒരു പാലമുള്ളത് സാബു ജേക്കബിനും ബിസിനസ്സും ശരിയാണ്. ആ ഒരു സെൻസിൽ ശ്രീ അരുൺകുമാർ പറയുന്നതിന് എനിക്ക് എൻഡോഴ്സ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊരു പ്രായോഗികമായ ഒരു അലയൻസ് ആണ്. അമേരിക്കയുടെ തീരുവ എന്ന് പറയുന്നത് മോദി തന്നെ വിചാരിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. മോദി ഒളിച്ചോടി നടക്കുകയാണ്. ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്ക് ഇടയ്ക്കൊക്കെ കിട്ടിയ വിവരം. ട്രംപ് ഒട്ടും പിന്നോട്ടുമില്ല. ശ്രീ ജിതിൻ ദേവ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ
ക്രിസ്ത്യൻ നാമധാരികളായ കുറച്ചു പേരെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നാൽ ക്രിസ്ത്യൻ വിഭാഗത്തെ അടുപ്പിക്കാൻ കഴിയുമോ? ഇല്ല എന്നതാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. നിങ്ങളോട് അടുത്ത് നിന്നവർ പോലും ഇപ്പോൾ UDF-ഉമായും ഒക്കെ വലിയ രീതിയിൽ അടുക്കുന്ന സാഹചര്യം ഉണ്ടാകിയത്. അത് പല ക്രിസ്മസിനും ഈസ്റ്ററിനുമൊക്കെ നിങ്ങൾ ഉത്തരേന്ത്യയിൽ കൊടുത്ത സന്ദേശമാണ് അവരെ ആ രീതിയിൽ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്ത് പുരോഹിതരുൾപ്പെടെ നേരിടുന്ന വലിയ അക്രമങ്ങളാണ് അവർക്ക് അങ്ങനെ മാറി ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ നാമധാരികൾ വന്നാൽ ആ ക്രിസ്ത്യാനികളൊക്കെ ഞങ്ങൾക്കൊപ്പം വരും എന്ന പ്രതീക്ഷ വേണോ? ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒപ്പം വന്നാലല്ലേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ? അല്ല, അതിനു മുമ്പ് ഒരു കാര്യം, ഈ മോദി ട്രംപിനെ ഒളിച്ചു കിടക്കാന്ന് ആരാ രേണുകയുടെ പറഞ്ഞത്? ട്രംപാണോ അതോ വാട്സാണോ? ആരാ പറഞ്ഞത്? നാഷണൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുമൊക്കെയുള്ള വാർത്തകളാണ്. മീറ്റിംഗ് ഒഴിവാക്കുന്നു എന്നത്. ആസിയാൻ സമിറ്റിൽ പോയില്ല മോദി, ആസിയാൻ സമിറ്റിൽ പോയില്ല. അവിടെ ട്രംപ് ഉണ്ടായിരുന്നു, പോയില്ല. ഗാസ സമാധാന പദ്ധതിക്ക് വിളിച്ചു, അവിടെ പോയില്ല. എന്താ, അവിടെയും ട്രംപ് ഉണ്ടായിരുന്നു. വിളിച്ചാ ഫോൺ എടുക്കുന്നില്ല എന്ന് ട്രംപ് പറയുന്നു. എന്റെ ഫ്രണ്ടാണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു, എനിക്ക് നേരിട്ട് അറിവൊന്നുമില്ല. അങ്ങനെ പറയരുത്. അല്ല, അങ്ങേക്ക് നേരിട്ട് അറിവിന്റെ കാര്യമല്ല, അങ്ങ് മാധ്യമങ്ങൾ റിപ്പോർട്ട്. പക്ഷെ അങ്ങനെയുള്ള വാചകങ്ങളൊന്നും ഉപയോഗിക്കരുത്. അത് വളരെ വളരെ വേഗം തന്നെ വ്യാപാര കരാർ ഒപ്പിടാൻ സാധിക്കുമെന്ന് ഇന്ന് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടോ? അങ്ങനത്തെ അത് കാണാത്തത്. ട്രംപ് അത് പറയുന്നതേ ഉള്ളൂ, അത് യാഥാർത്ഥ്യമാകുന്നില്ല. പീയൂഷ് ഗോയലൊക്കെ പോയി എത്ര ദിവസം ചർച്ച നടത്തി, കരാറിലേക്ക് എത്തിയില്ലല്ലോ. കരാറിലേക്ക് സാബു ജേക്കബിന് പോലും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. രേണു, അങ്ങനെ തുറന്നു കൊടുക്കാൻ പറ്റും? ഈ രാജ്യത്തെ പാവപ്പെട്ട കർഷകന്റെയും വിപണിയും അവന്റെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല. നമ്മളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. താല്പര്യങ്ങൾ സംരക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഔദാര്യമായി ചെയ്യുന്നതല്ലല്ലോ. ഇവിടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ, കർഷകരുടെ താല്പര്യം സംരക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും പറ്റില്ല. ഒരു മിനിറ്റ്. രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചേ മുന്നോട്ട് പോകൂ. എനിക്ക് വ്യക്തിപരമായി നഷ്ടങ്ങൾ ഉണ്ടായേക്കാം, ഞാൻ അത് കാര്യമാക്കുന്നില്ല. ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു മാത്രമേ ഞാൻ മുന്നോട്ട് പോകൂ എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് വ്യാപാര കരാറിൽ വളരെ വേഗം തന്നെ ഒപ്പിടാൻ സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പറഞ്ഞതാണോ സത്യം, അതോ ഏതെങ്കിലും പാപ്പരാസി മാധ്യമങ്ങൾ പറഞ്ഞത് രേണുകയെ പോലുള്ള നല്ല മാധ്യമപ്രവർത്തകർ കോട്ട് ചെയ്യുന്നതാണോ സത്യം? അപ്പൊ അതുകൊണ്ട് അത് പറയുന്ന ചില വാചകങ്ങൾ ശ്രദ്ധിക്കണം. കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അങ്ങ് കോട്ട് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തെ പറ്റിയിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അതുകൊണ്ട് ഞാൻ വിട്ടേക്കും. നോക്കൂ, ഇവിടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് മാത്രമല്ല രേണുക ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ഇവിടെ വിമൺ ഔട്ട്റീച്ച് നടത്തുന്നു, ഞങ്ങൾ യൂത്ത് ഔട്ട്റീച്ച് നടത്തുന്നുണ്ട്, ഞങ്ങൾ SC വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളിലേക്ക് പോകുന്നുണ്ട്, മുസ്ലിം ഔട്ട്റീച്ച് ഉണ്ട്. എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ വോട്ട് മൊത്തം ക്യാൻവാസ് തുടരല്ല. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച അരുൺകുമാർ പറഞ്ഞു വെച്ച ഒരു പോയിന്റ് ഉണ്ട്. എന്താണ് വർഗീയപരമായിട്ടുള്ള അല്ലെങ്കിൽ അല്ലല്ല ഒരു മിനിറ്റ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ ന്യൂനപക്ഷ സഹോദരങ്ങളിലുള്ള ചില തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഞങ്ങൾ വീണ്ടും പോകും. ഞങ്ങൾ മുസ്ലിം വീടുകളിലേക്ക് പോകും. നോക്കൂ, തൃശൂർ കോർപ്പറേഷനിൽ ആദ്യമായി ഒരു മുസ്ലിം വനിതയെ ജയിപ്പിച്ച് കൗൺസിലറാക്കിയ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതുകൊണ്ട് ഞങ്ങളെ ഒരു ഹിന്ദു പാർട്ടിയായിട്ടാണ്. ശരി, എന്റെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് ജിതിൻ, എന്തായാലും ഞാൻ ഇടപെടുകയാണ്. എന്തായാലും അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ സാബു ജേക്കബ് മാൻഡ്രേക്ക് ആകുമോ അതോ വലിയ വിസ്മയമാകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നാളെ മോദി വരുമ്പോൾ ഉണ്ടാകുന്ന എന്തൊക്കെ സർപ്രൈസുകൾ എന്നതും കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിസ്മയിപ്പിക്കുമോ BJP എന്നതാണ് പ്രേക്ഷകരോട് നമ്മൾ ഇന്ന് ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നത് 46% പേർ, അല്ല എന്ന് പറയുന്നു 52% പേർ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.